ദൈവത്തിന് സ്തോത്രം. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തോടടുത്ത് വരുന്ന സകലരെയും ധാരാളമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 11-ാം വാക്യം വായിക്കുന്നു. യോഹന്നാൻ 5:11. എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്നുത്തരം പറഞ്ഞു. എന്നെ സൗഖ്യമാക്കിയവൻ കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു എന്നുത്തരം പറഞ്ഞു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിന്റെ നന്മ പ്രാപിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യെരുശലേമിൽ ആട്ടുവാതിൽക്കലുള്ള ബെഥെസ്ദ എന്ന് പറയുന്ന കുളത്തിന്റെ കരയിൽ നടന്ന വലിയ ദൈവ പ്രവൃത്തിയെ കുറിച്ചാണ്. ദൈവ പ്രവൃത്തി അടുത്ത് അനുഭവിച്ചറിഞ്ഞ മനുഷ്യൻ പറയുകയാണ്, എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു. പ്രിയരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും മാധുര്യമായ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരാധിക്കുന്ന കർത്താവ് നമ്മോട് ചിലത് പറയുന്ന ദൈവമാണ്. വെറുതെ ഒന്നും സംസാരിക്കാതെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മോട് സംസാരിക്കുന്ന ദൈവം. ആകുലതകളുടെ മുൻപിൽ ഭാരത്തോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, ഭൂമിയിൽ ഒരു മനുഷ്യനും നിങ്ങളെ നോക്കി നല്ല വാക്ക് പറഞ്ഞിട്ടില്ല എങ്കിൽ, ആരും ആശ്വസിപ്പിച്ചിട്ടില്ല എങ്കിൽ, എന്നാൽ പലപ്പോഴും മനുഷ്യന്റെ വാക്ക് ഹൃദയത്തെ കീറി മുറിപ്പിക്കത്തക്ക വേദനകൾ പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ കേൾക്കുക, തിരുവചനം എഴുതിയിരിക്കുന്നു, ജീവിക്കുന്നൊരു ദൈവമുണ്ട്. എന്താ പ്രത്യേകത? എന്നോട് പറഞ്ഞു എന്ന് രോഗത്തിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ സാക്ഷ്യം പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കുന്ന, നമ്മോട് ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ. ഇവൻ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശുവും ഈ മനുഷ്യനുമായി സംസാരിക്കുമ്പോൾ, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ഈ മനുഷ്യനോട് ചോദിക്കുമ്പോൾ അവന് പറയുവാനുള്ള മറുപടി ഇതാണ്: ഈ കുളത്തിന്റെ കരയിൽ ധാരാളം പേർ വിടുതൽ പ്രാപിക്കുന്നുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാനത് കാണുന്നുണ്ട്. എന്നാൽ ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരും ഇല്ല എന്ന് ഈ മനുഷ്യൻ പറയുവാനിടയായി തീർന്നു. പ്രിയരെ, ആരും നിങ്ങൾക്കില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ചിന്തയുണ്ടെങ്കിൽ, സഹായിക്കുവാൻ, സ്നേഹിക്കുവാൻ, കൂടെ നടക്കുവാൻ, കൈതാങ്ങൽ തരുവാൻ എനിക്കാരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ, ഈ അധ്യായം വായിച്ചാൽ അറിയാം, ആരുമില്ലാത്തവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന, അവരോട് സംസാരിക്കുന്ന, അങ്ങനെയുള്ളവരുമായി കൂട്ടായ്മ ബന്ധം പുതുക്കുന്ന ഒരു നല്ല കർത്താവിനെ കാണുവാനായി കഴിയും. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ലോകപ്രസിദ്ധമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക. യേശു ആരെയാ വിളിച്ചത്? അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ. ആമേൻ. ജീവിതത്തിൽ തോറ്റുപോയവരെ ആരും കൂടെ നിർത്താൻ ഇഷ്ടപ്പെടത്തില്ല. ഉയരുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആരും കൈപിടിച്ചുയർത്തത്തില്ല. എന്നാൽ യേശു വിളിച്ചത് ഏറ്റവും ബലഹീനമായിരിക്കുന്നതിനെ, തളർന്നിരിക്കുന്നതിനെ, ആർക്കും വേണ്ടാത്തതിനെയാണ് കർത്താവ് വിളിച്ച് വേർതിരിക്കുവാനിടയായി തീർന്നത്. ഞാൻ പറഞ്ഞു തുടങ്ങിയ ആശയം ഇതാണ്: കർത്താവ് നമ്മോട് സംസാരിക്കുവാനിടയായി തീരും.
ഈ മനുഷ്യൻ സാക്ഷ്യമായിട്ട് പറയുകയാ, എന്നെ ഒരുവൻ സൗഖ്യമാക്കി. ആമേൻ. ആ കർത്താവ് എന്നോട് പറഞ്ഞു, കിടക്കയെടുത്ത് നടക്ക എന്ന് എന്നോട് പറഞ്ഞു. ആമേൻ. സൗഖ്യമാക്കിയിട്ട് പോയി എന്നല്ല. ആമേൻ. അവൻ എന്നോട് ചിലത് സംസാരിച്ചു. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാമോ? ദൈവം നമ്മോട് ഇടപെട്ടിട്ട്, ദൈവം നമ്മോട് സംസാരിച്ചിട്ട്, ദൈവ ശബ്ദം നമ്മൾ കേട്ടിട്ട്, ആമേൻ, ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും ദൈവിക വെളിപ്പാടുകൾ നമ്മൾ കണ്ടിട്ട് നാളെത്ര കഴിഞ്ഞു. ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ഒരു പഴയ കാലം പലർക്കും ഉണ്ടായിരുന്നു. സ്വപ്നങ്ങളും ദർശനങ്ങളും ആലോചനകളും ദൈവം പ്രദാനം ചെയ്ത ഒരു നല്ല കാലം ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ദൈവം നമ്മോട് സംസാരിക്കാറുണ്ടോ? ദൈവം നമ്മോട് ഇടപെടാറുണ്ടോ? നമ്മുടെ വിഷയങ്ങളെ സംബന്ധിച്ച് മനുഷ്യർ പറയുന്ന ആലോചനയ്ക്കകത്ത് നമ്മൾ വട്ടം ചുറ്റുന്നവരാണോ? അതോ വാസ്തവത്തിൽ ദൈവം നമ്മോട് സംസാരിക്കാറുണ്ടോ? ഈ വാക്യത്തിനകത്ത് ബലഹീനനായ മനുഷ്യൻ പറയുകയാ, എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, വിടുവിച്ചവന്, രക്തം തന്നവന്, വീണ്ടെടുത്തവന് നമ്മെ സൗഖ്യമാക്കുവാനായി കഴിയും. നമ്മളത് തിരിച്ചറിയുമ്പോൾ തന്നെ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി തീരും. ആമേൻ. ഒരു വലിയ ദൈവപ്രവൃത്തിക്ക് നമ്മുടെ ജീവിതം സാക്ഷിയായി തീരട്ടെ. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, എന്നെ സൗഖ്യമാക്കിയവൻ എന്നോട് പറഞ്ഞു എന്ന്. അനുദിന ജീവിതത്തിൽ നമുക്കും അത് പറയാൻ കഴിയട്ടെ. നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ മുൻപിൽ എന്നോട് കർത്താവ് സംസാരിച്ചു എന്നും ദൈവം എന്നോട് ഇടപെട്ടെന്നും പറയുവാൻ നമുക്ക് കഴിയട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 29-ാം വാക്യം വായിക്കുമ്പോൾ, ശമരിയ സ്ത്രീ യേശുവുമായി സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശമരിയ സ്ത്രീ അടുത്ത പട്ടണത്തിൽ ചെന്ന് ഒരു സാക്ഷ്യം പറയുകയാണ്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്, വന്നു കാണുവീൻ, അവൻ വശുകയായിരിക്കും. പ്രിയരെ, ആമേൻ. എന്നോട് പറഞ്ഞ ഒരുവൻ. ലോകത്തിലുള്ളവരുടെയും യേശുവിൻ്റെയും പ്രത്യേകത ഇതാണ്. ഞാനൊരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് ആകുലപ്പെട്ടിരുന്നാൽ കർത്താവ് ആരുമില്ലാത്ത എൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടിയത് നൽകിത്തരുമെന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വാക്യം നമുക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ? ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരുവൻ. ആമേൻ. നിശ്ചയമായിട്ടും നമ്മോട് പറയുന്ന ഒരു നല്ല ദൈവമുണ്ട്. ശമരിയ സ്ത്രീ തന്റെ സാക്ഷ്യം പറയുകയാണ്, കിണറ്റിന്റെ കരയിൽ വെള്ളം കോരാനാണ് വന്നതെങ്കിലും യേശുവുമായി സംസാരിച്ചതിന് ശേഷം പാത്രം തറയിൽ വച്ചിട്ട് തൊട്ടടുത്ത പട്ടണത്തിൽ ചെന്ന് യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുകയാണ്. നിശ്ചയമായിട്ടും പ്രിയരെ, നമ്മുടെ എല്ലാ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ തൊട്ടികളുണ്ട്. ആ തൊട്ടിയൊക്കെ വിട്ടിട്ട് ക്രിസ്തു യേശുവിനെ അനുധാവനം ചെയ്യേണ്ടതിന് ഈ രാവിലെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ശമരിയ സ്ത്രീ പറഞ്ഞത്, എൻ്റെ കാര്യം എന്നോട് പറഞ്ഞ ഒരുവനുണ്ട്, വന്നു കാൺമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ രാവിലെ കർത്താവിന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വലിയ ബോധ്യങ്ങളെ നമുക്ക് നൽകി തരുവാനായി കഴിയും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്? പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥപിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവവചനം കേട്ട് അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.